ഭരണം നഷ്ടമായതോടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ്റെ കൂടെ നിന്ന ടീമുകൾക്കും പണിയോട് പണിയാണ്. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ടുള്ള ED റെയ്ഡ് സജീവ ചർച്ചകളിലാണ്. ഇതിനിടയിലാണ് ഗൺമാന്മാരുടെ രക്ഷാപ്രവർത്തനത്തിൽ രണ്ടും കൽപ്പിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇറങ്ങിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിശ്വസ്തനായിരുന്ന ADGP അജിത് കുമാറിനെതിരെ SIT റിപ്പോർട്ടിൽ പേര് വന്നാൽ നടപടി എന്ന ചർച്ചകൾ സജീവമായിരിക്കുന്നത്. ഗൺമാന്മാരുടെ രക്ഷാപ്രവർത്തനം ആഭ്യന്തരമന്ത്രി ഉറപ്പിച്ചു തന്നെ. ADGP അജിത് കുമാറിനെതിരെ SIT റിപ്പോർട്ടിൽ പേര് വന്നാൽ നടപടി. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിലെ വകുപ്പ് തല നടപടി വിശദീകരിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. SIT സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ DGP നടപടി സ്വീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ അടക്കമുള്ള 5 പേരെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവിറക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ADGP MR അജിത് കുമാറിനെതിരെ പ്രാഥമിക റിപ്പോർട്ടിൽ പരാമർശമില്ല. എന്നാൽ വിശദമായ റിപ്പോർട്ടിൽ അജിത് കുമാറിന്റെ പേര് വന്നാൽ നടപടിയെടുക്കുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച ആലപ്പുഴ സംഭവത്തിൽ ആദ്യത്തെ കേസ് ഡയറി തിരുത്തിയതിൽ അജിത് കുമാറിന് പങ്കുണ്ടെന്നാണ് ആലപ്പുഴയിലെ ഉദ്യോഗസ്ഥരുടെയും ADGP ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും മൊഴിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. അതേസമയം കേസ് ഡയറി തിരുത്തലിൽ ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ് SIT. മർദ്ദന കേസ് അന്വേഷിച്ചിരുന്ന ആലപ്പുഴയിലെ ഉദ്യോഗസ്ഥരുടെയും ADGP ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും മൊഴിയാണ് SIT രേഖപ്പെടുത്തുക. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിണറായി വിജയന്റെ ഗൺമാൻ അടക്കമുള്ളവർ തല്ലിയ സംഭവത്തിൽ കേസ് ഡയറി തിരുത്തലിലാണ് ADGPക്കെതിരെ അന്വേഷണം നടക്കുന്നത്. ലോക്കൽ പോലീസ് മാറ്റി നിർത്തിയ പ്രതിഷേധക്കാരെ ഗൺമാൻ അടക്കം മർദ്ദിച്ചെന്ന് എഴുതിയ ഡയറി തിരുത്തിയാണ് കേസ് എഴുതി തള്ളിയതെന്നാണ് ആരോപണം. കേസ് ഡയറി പെൻഡ്രൈവിലാക്കി ADGP അജിത് കുമാറിന്റെ ഓഫീസിൽ എത്തിച്ചെന്നാണ് ആദ്യ അന്വേഷണ സംഘം SITക്ക് നൽകിയ മൊഴി. ഗൺമാൻ അനിൽ കല്ലിയൂർ അടക്കമുള്ളവർ പ്രതിഷേധക്കാരെ എങ്ങനെ മർദ്ദിച്ചെന്ന് കൃത്യമായി ഡയറിയിൽ പറഞ്ഞിരുന്നു. ലോക്കൽ പോലീസ് പ്രതിഷേധക്കാരെ വലയം തീർത്ത് മാറ്റി നിർത്തിയിരുന്നു. ഇവരെ പിണറായിക്കൊപ്പമുള്ള വാഹന വ്യൂഹത്തിലെ കറുത്ത കാറിൽ നിന്നും വെള്ള ഷർട്ട് ധരിച്ച ഒരാളും കറുത്ത സ്യൂട്ട് ധരിച്ച 3 പേരും ചാടിയിറങ്ങി. ലാത്തി പോലുള്ള ആയുധം ഉപയോഗിച്ച് അടിച്ചു. അതിനുശേഷം കാറിൽ കയറിപ്പോയെന്നാണ് ഡയറിയിൽ ഉണ്ടായിരുന്നത്. ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ S അരുണാണ് കേസ് ഡയറി തയ്യാറാക്കിയത്. ആ ഡയറി തിരുത്തി ഗൺമാൻ അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കി റിപ്പോർട്ട് നൽകിയെന്നാണ് SIT കണ്ടെത്തൽ. തിരുത്തും മുൻപുള്ള ഡയറി പെൻഡ്രൈവിലാക്കി ADGPയുടെ ഓഫീസിൽ എത്തിച്ചെന്നാണ് ആദ്യ അന്വേഷണ സംഘം SITക്ക് നൽകിയ മൊഴി. അതായത് കേസ് ഡയറി തിരുത്തിയെന്ന ഗുരുതര കുറ്റം നീളുന്നത് അജിത് കുമാറിലേക്കാണ്.